നമസ്കാരം. മലയാള സിനിമാ വേദിയിൽ ഇന്ന് പ്രകമ്പനം കൊണ്ടു നിൽക്കുന്ന നടൻ ആര് എന്ന് ചോദിച്ചാൽ ഒരു പേര് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് മറ്റാരുമല്ല, ഉണ്ണി മുകുന്ദൻ. മാർക്കോ എന്നുള്ള ഒരൊറ്റ സിനിമയോടുകൂടി ചിലപ്പോൾ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലടക്കം വലിയ തിരക്കുള്ള നടനായി മാറിയേക്കാവുന്ന ഒരു നടനായി ഉയരാൻ ഉണ്ണി മുകുന്ദന് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി അതിനുണ്ട്. ചില കാലങ്ങൾ, പിന്നിട്ട വഴികൾ, ഇതൊക്കെ പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട്. പക്ഷെ കടന്നു വന്ന വഴികളോ പിന്നിട്ട കാലമോ ഒന്നും മറക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി വളരെ കൃത്യമായി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ എന്നുള്ളത്. ഉണ്ണി മുകുന്ദൻ്റെ ചില ജീവിത സാഹചര്യങ്ങൾ, ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട് വരുന്ന സിനിമാ വിശേഷങ്ങൾ, ഉണ്ണി മുകുന്ദൻ സിനിമയിലേക്ക് എത്തപ്പെടുന്നതിൻ്റെ ചില നേർസാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ചിലപ്പോൾ അത് ഉണ്ണി മുകുന്ദൻ്റെ പല ഇൻ്റർവ്യൂകളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അഖിൽമാരാർ വരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ചില വാചകങ്ങൾ കടമെടുക്കുന്നത്. 2014 ഇടപ്പള്ളിയിൽ ഒരു വീടിൻ്റെ 2ാം നിലയിൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ണിയെ കാണുമ്പോൾ ആ വീടിൻ്റെ ഭിത്തിയിൽ സൂപ്പർ മാനും ഒപ്പം തന്നെ ബ്രൂസ്ലിയും ജാക്കി ചാനും ഒക്കെ ആയിരുന്നു എന്ന് മാരാർ എഴുതുന്നു. 10 വർഷം പിന്നിടുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റടിച്ച ഒരു ചിത്രത്തിൻ്റെ ആക്ഷൻ ഹീറോയായിട്ട് ആ വ്യക്തി എത്തുന്നു. വീടിൻ്റെ ഭിത്തിയിലല്ല, പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച ആക്ഷൻ ഹീറോ ആയി ഉണ്ണി മുകുന്ദൻ മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കയറ്റവും ഇറക്കവുമായിരുന്നില്ല ഉണ്ണിയുടെ കരിയർ എന്നുള്ളത്. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയവൻ്റെ ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവും ഒക്കെയായിരുന്നു ഉണ്ണി എന്ന് പറയപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ്റെ വിജയം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും മാരാർ അർപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് എഴുതി വെക്കുമ്പോൾ ആ പോസ്റ്റ് അന്വർത്ഥമാകട്ടെ എന്നുകൂടി നമ്മൾ ചിന്തിച്ചു പോകുന്നു. കാരണം അതിൽ പറയുന്നൊരു വാചകം, സ്വയം വഴിവെട്ടി വന്നവനാണ് ഉണ്ണി മുകുന്ദൻ എന്നുള്ളതാണ്. പറയുവാനും ഒപ്പം തന്നെ ചിന്തിക്കുവാനും കഴിയുന്ന തരത്തിലേക്ക് എത്താൻ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ എല്ലാ തരത്തിലുള്ള മാനസങ്ങളുമുള്ള ഒരു വ്യക്തിയായി ഉണ്ണി മുകുന്ദൻ ഉയരാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമായി പരിണമിച്ചിരിക്കുന്നു. കാരണം തൻ്റെ അധ്വാനം, കഠിനാധ്വാനത്തിലൂടെ സിനിമാ മേഖലയിൽ ഒരിടം പിടിച്ചെടുക്കുവാൻ ഉണ്ണി മുകുന്ദന് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള തിരിച്ചറിവാണ്. ഉണ്ണി മുകുന്ദനെ പുകഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനെക്കുറിച്ച് നല്ല 5 വാക്ക് പറയുന്നതോ അല്ല. ഒരാളുടെ കഷ്ടപ്പാടുകൾ, അയാൾ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ ഒരു നടനെ എത്രത്തോളം ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ചില വിജയങ്ങൾ നമ്മൾ അനുകരിക്കുക തന്നെ വേണം. ചില വിജയങ്ങളെ നമ്മൾ മാറോട് ചേർക്കുക തന്നെ വേണം. അനുകരണീയമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം സഞ്ചരിക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ സ്വന്തം പാത സ്വയം വെട്ടിയെടുത്ത് അത്യധ്വാനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും മുന്നേറുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അത് നല്ലതാണ് എന്ന് തോന്നുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉണ്ണി മുകുന്ദന് എല്ലാവിധത്തിലുള്ള ആശംസകൾ ഞങ്ങളും നേരുകയാണ്.